അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ടു വെച്ച നല്ല മീൻ കറിയുണ്ട്. എത്തി നമ്മൾ. ഷാൻ ചേച്ചി ഈ റീല് നോക്കിക്കോ, നമുക്ക് ഇത് ചെയ്യാൻ ചേച്ചി. റീലൊന്ന് നേരം ചെയ്യപ്പോ നേരെ നീ ഇതൊന്ന് ഹെൽപ്പ് ചെയ്തന്നെ. ഇഞ്ചി വെളുത്തുള്ളി വിളിച്ച് ആൽവിനെ മീൻ മേടിക്കാൻ പോയേക്കുക. എന്ത് മീൻ? എന്തോ മീൻ മലയാളക്കടയിൽ പോയേക്കുക മീൻ മേടിക്കാനായിട്ട്. നീ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ റീലപ്പ ചെയ്യാ? റീല് പിന്നെ ചെയ്യാം, സമയമുണ്ടല്ലോ. നീ ആദ്യം ഇത് ഹെൽപ്പ് ചെയ്യുന്ന അത്ര വേണോ നിനക്ക്? അപ്പൊ നിങ്ങളിപ്പോ കുർബാനയ്ക്ക് പോകുന്നില്ലേ? 5:30 അടി കുർബാന. ഓക്കെ, അതിന് മുമ്പ് പറഞ്ഞു വരും. ക്രിസ്മസിന് നിനക്ക് ലീവാണോടി? എനിക്ക് ഡ്യൂട്ടി ചേച്ചി. ബെസ്റ്റ്, എനിക്ക് ഡ്യൂട്ടി തന്നെ. ഇനിയിപ്പോ നമ്മളെന്നാ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണേ? എനിക്ക് എല്ലാവരോടും ഒന്നല്ല. അടിപൊളി. ഇയാളും ഉണ്ടോ അവിടെ? എപ്പോ എത്തി? പച്ചരി എന്താ പറയാൻ പറ്റുമോ? മീനല്ലേ? മോദയുടെ തല. ഓക്കെ, മീൻ തലയടി. കപ്പയല്ലോ. എന്തിവിടെ സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ആരെങ്കിലും ഉണ്ടോ? അതാണ് കുഴപ്പം. പ്രശ്നമില്ല. ഞാൻ ഉണ്ടാക്കട്ടെ? വേണ്ടാടി, നീ ഞാൻ ഉണ്ടാക്കുള്ളൂടി. എനിക്ക് രണ്ടുപേരും വെച്ചിട്ട് വേണ്ട. ഈ ഇതേപോലെ അമ്മച്ചിയുണ്ട്, ഒന്നാന്തരം നാടൻ മോദയുടെ തലക്കറിയാണ് വേണ്ടത്. നിങ്ങൾ ആ കൈപ്പുണ്യം എനിക്കുണ്ട്, അതെനിക്കറിയാലോ. പക്ഷെ അത് വേണ്ട, പരീക്ഷണത്തിനില്ല. എന്തായാലും 2 ദിവസം കഴിയുമ്പോ അമ്മച്ചി പോണേക്കാൻ മുൻപ് ഒരു മീൻകറി. മീൻകറി മീൻകറിയല്ല, തലക്കറി. തലക്കറി. ഓക്കെ, അപ്പൊ ഓക്കെ അമ്മച്ചി, സെറ്റ്. സെറ്റ്. മീൻ തല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പോരെ? അത് മതി. ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നെ കൂടി ഹെൽപ്പ് ചെയ്യോ? ചോദിക്ക്. എനിക്ക് അങ്കമാലി മീൻകറി ഉണ്ടാക്കാറിയാം. ഇതേതാ കോലഞ്ചേരി മീൻകറി? കോലഞ്ചേരി മൂവാറ്റൂരോ ഏതെങ്കിലും എന്നെ അത് പഠിപ്പിച്ചു തരുമോ? തരാലോ. അപ്പൊ എന്തൊക്കെ ചെയ്യണ്ട? ഫസ്റ്റ് ആണ് അത് കുറച്ച് ഇഞ്ചി, ഓക്കെ, കുറച്ച് വെളുത്തുള്ളി. നമ്മള് മീൻ അവരെ കൂടി കാണിച്ചു കൊടുത്തേക്കാം. ഇപ്പൊ ഇത് 1.5 കിലോ മീൻ തലയല്ലേ, അപ്പൊ അന്നേരം ഒരു കൂടം വെളുത്തുള്ളി, ഒരു 2-3 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കണം, അരച്ചെടുക്കണം. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടുക് ഇടുക. ഒഴിക്കണം. ഇനി കുറച്ച് ഉലുവ, കുറച്ച് കറിവേപ്പില, അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്തേക്ക് ഇടണം. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ഒരു 3 സ്പൂൺ കാശ്മീരി പൊടി. എരിവ് വേണ്ടവർക്ക് ഒരു 1.5 സ്പൂൺ എരിവെള്ള പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മൂത്ത് ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഇതിനകത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് ഉപ്പിടാം.
ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് പുളി ഇടാം. ഇനി നമുക്കത് മൂടി വയ്ക്കാം. നന്നായിട്ട് തിളച്ചിട്ട് മീൻ ഇടാം. ഇത് അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് മീനിടാം. മൂടി വയ്ക്കാം. ഇനി ഇത് മൂടി വയ്ക്കാം. നമുക്കിതിപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിന് മീനിന് വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചായ നമുക്കൊന്ന് കഴിച്ചാലോ? വേണ്ട, ഇന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് വരില്ല. നാളെ ഇത് ഇരുന്ന് ശരിക്കും ഉപ്പും പുളിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നാളെ കഴിക്കാനൊരു ടേസ്റ്റ്. നാളെ കപ്പ ഇച്ചിരി കുറച്ചുകൂടെ കുറുകും. അപ്പൊ നാളെ കപ്പ വേവിച്ചിട്ട് അതിന്റെ കൂടെ കഴിക്കാനാണ് നാളെ കഴിക്കാനൊരു ടേസ്റ്റ്. ഓക്കെ, എങ്കിൽ നമുക്ക് നാളെ കഴിക്കാം. അപ്പൊ കപ്പയും വന്നു, കട്ടൻ കാപ്പിയും വന്നു. അപ്പൊ നമുക്ക് പറഞ്ഞ മെയിൻ സാധനം എത്തിയിട്ടില്ല. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അമ്മച്ചിയുടെ കോലഞ്ചേരി മോഡൽ മീൻ മോതയുടെ തല വെച്ചത്. അത് തല ദിവസം കഴിക്കാൻ വേണ്ടി ഇന്ന് പിറ്റേ ദിവസം ഞാൻ എത്തിയേക്കാണ്. അതാണ്. അപ്പൊ അതിന് പോരട്ടെ ആദ്യം. ജിൻസേ, ഇതൊക്കെ കാണുമ്പോഴല്ലോ അപ്പൊ എനിക്ക് എന്താ ഓർമ്മ തന്നെ പറയാം. നമുക്കൊരു ഒരു പഴയൊരു പാട്ടുണ്ട്. ഏതാ നമ്മുടെ ഒരു അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചത്, കുടംപുളി ഇട്ടു വെച്ച നല്ല മീൻ കറിയുണ്ട്. എത്തി നമ്മൾ. ടേസ്റ്റ് മതായാ മതി. അതാണ്ടാ മുറിക്കണോ? എന്താ വേണ്ടേ? നമുക്ക് ഇതിനകത്തേക്ക് കപ്പയുടെ മുകളിലേക്ക് വെക്കാം. എന്നിട്ട് കഴിച്ചോളാം. ഇനി നിങ്ങൾ ഇത് കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം പറയാം. നല്ലതാണോ? അപ്പൊ ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത് ആരാന്നായിരിക്കും നിങ്ങൾ ആലോചിക്കണേ. ഇത് നമ്മുടെ ഫ്രണ്ട് ശാലുവിന്റെ അമ്മയാണ്. അപ്പൊ അമ്മച്ചി പോകുന്നതിന് മുമ്പ് നമ്മുടെ അമ്മച്ചിനോട് ഉണ്ടാക്കിച്ചതാണ്. ഇപ്പൊ ക്രിസ്മസ് സീസൺ ഒക്കെ ആണ് കേട്ടോ. നമ്മുടെ എന്തായാലും ഏഷ്യൻ ഷോപ്പില് നമ്മുടെ നാട്ടിലെ മീൻ വരും. ഇതെല്ലാം മോതയുടെ തല നമ്മുടെ നാട്ടിലെ മീനിന്റെ തലയാണ്. അപ്പൊ ഈ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. കാരണം എന്തായാലും ഏഷ്യൻ ഷോപ്പില് നമ്മുടെ നാട്ടിലെ മീനിന്റെ തല വരും. ഇത് ഞാൻ അങ്ങനെ മേടിച്ചാണ്, ഏഷ്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അമ്മച്ചി നമുക്ക് അടിപൊളിയായിട്ട് വെച്ച് തന്നിട്ട് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ജിൻസിങ്ങനെ സംസാരിച്ചോണ്ട് ഞാൻ അത് തീർക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും കഴിക്കുകയാണ്. കാരണം എനിക്ക് ഞാൻ അങ്ങനെ കഴിക്കാത്ത ആളാണ്. പക്ഷെ എനിക്ക് നല്ല ആ ഒരു എരിവും പുളിയും ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മച്ചി കഴിച്ചു നോക്ക്. അമ്മച്ചി കഴിക്കാം. അമ്മച്ചി ഉണ്ടാക്കിയതല്ലേ. ആരൊക്കെ വേണമെങ്കിലും കഴിച്ചാൽ ഞാൻ എന്തായാലും കഴിക്കാൻ പോവാം. ഞാൻ കുറച്ച് കഴിക്കട്ടെ. വാ ഷാരു റോസ് വാ, നിങ്ങളും കഴിക്കേ. ഷാരു കഴിച്ചു നോക്കോ. അങ്ങനെ പൊളിയുണ്ട്. അപ്പൊ ജിൻസെ നമ്മള് തലക്കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് പ്ലേറ്റിലൊന്നും ഇല്ല ബാക്കി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട് സൂപ്പർ കറിയായിരുന്നു. അമ്മച്ചി താങ്ക് യു. അടിപൊളി കറി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം പറയണം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.